കുടുംബ തർക്കത്തിൽ പോലീസ് ഇടപെട്ടാലും ഇടപെട്ടില്ലേലും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഗാർഹിക പീഡന പരാതി നൽകിയാൽ പോലീസിന് കേസെടുക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ ഭർത്താവിനെ തല്ലിച്ചതയ്ക്കാൻ പോലീസിനോട് ആരാ പറഞ്ഞു? തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭാര്യയുടെ പരാതിയെ തുടർന്നാണ്. വീട്ടിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. വള്ളക്കടവ് സ്വദേശി ദസ്തഗീറിനെ മണ്ണന്തല പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവ സ്ഥലത്ത് വെച്ചും സ്റ്റേഷനിൽ കൊണ്ടുപോയും പോലീസ് മർദ്ദിച്ചുവെന്നാണ് പരാതി. മദ്യപിച്ച് ഭാര്യയ്ക്ക് നേരെ അതിക്രമം കാണിച്ചതിനാണ് ഓട്ടോ ഡ്രൈവറായ യുവാവിനെ പോലീസ് വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുക്കുന്നത്. ദസ്തഗീർ മദ്യപിച്ചെത്തിയ ശേഷം ആക്രമിച്ചപ്പോൾ ഭാര്യ സലീനയും മകനും പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ പോലീസ് എത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് പോലീസുകാർ ലാത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിൻഭാഗത്തും കാലുകളിലും അടിയേറ്റ നിരവധി പാടുകൾ ശരീരത്തിലുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദസ്തഗീർ. മണ്ണന്തലയിൽ താമസിക്കുന്ന ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളം വെക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അതിനിടയിൽ വീണപ്പോൾ ഉണ്ടായ പരിക്കുകളാണെന്നുമാണ് പോലീസിന്റെ വാദം. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.